വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടുകേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ മോഹം. ഞാൻ 1986 ബാച്ചാണ്. ഞാനിവിടെ 74 തൊട്ടിട്ട് ഇവിടെ പഠിച്ച ആളാണ്. 12 വർഷം ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. ഞാൻ 74ലാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. നഴ്സറിയിൽ. ഞാൻ 92 ബാച്ചാണ്. ഞാനിപ്പോൾ മാധുരിയിൽ വർക്ക് ചെയ്യാണ്. 1984 to 1985 head master.
എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട് ഒരു ബുക്സിന്റെ. എല്ലാവർക്കും ഒന്ന് അവിടെ വിസിറ്റ് ചെയ്യാം. ആ പവലിന്റെ തൊട്ട് ബാക്കിലുണ്ട്. 85 to 1987. Correct. 87 to 1989. School managers out of syllabus ആണെന്നാ പറയുന്നത്. 1976 to 1977, it was Sister Lawrence Vieti. 1977 to 1979, Sister Patricia. 1980 to 1982, Mother Lucina. 1982 to 1984, Sister Lawrence. 1984 to 1985, Sister Rosalind. 1985 to 88, Sister Rosalia. 1988 to 91, Sister Jose Mary. 91 to 94, Sister Mary. 94 to 96, Sister Rosalia again. വലിയവരായപ്പം ആകെ ഷേപ്പൊക്കെ മാറിയില്ലേ. പിന്നെ എൻ്റെ തലയൊന്ന് കറുത്തതായിരുന്നു, ഇത് വെളുത്തതായി. അങ്ങനെ നമുക്ക് പരസ്പരം അറിയാൻ പറ്റാത്തത്. എന്നാലും ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങളെന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരികയും നിങ്ങളെല്ലാവരും കാണുകയും ഇന്ന് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന എപ്പോഴാണെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം ദൈവം തന്നൊരു വലിയ അനുഗ്രഹമായിരുന്നു ഇവിടെ ആയിരിക്കുക, നിങ്ങളോടുകൂടി ആയിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ഇന്ന് വരാൻ സാധിച്ചത്. ഈ എൻട്രൻസ് ലെഫ്റ്റ് സൈഡിലെ എൻട്രൻസ് അതിന്റെ തൊട്ടപ്പുറത്ത് SSLC പഠിക്കാനും വായിക്കാനും അല്ലെ, വായിൽ നോക്കാനും. അവിടെ ഞങ്ങൾ ജീവിത കാര്യം പറഞ്ഞുതരാം. അത് തെങ്ങ് വല്ലാതെ വീടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തേങ്ങ ഇരഞ്ഞു ഒഴിച്ചിട്ടേ ആ തേങ്ങ നമ്മള് പൊളിച്ച് കഴിച്ചിരുന്നു. കാക്കകൾക്ക് എന്തായിരുന്നു പങ്ക്? ആരാ പറയാ? വേസ്റ്റ് കളയാറുണ്ട്, ഞാനിടാൻ പാടില്ലല്ലോ. അപ്പൊ കാക്കകൾക്ക് കൊടുക്കാറുണ്ട്. ഞങ്ങൾ വട്ടം ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാറ് പണ്ടൊക്കെ. അപ്പൊ അത് ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് ലഞ്ച് ബോക്സിനകത്തേക്ക് പല പ്രാവശ്യം എൻ്റെ ബോക്സ് അങ്ങനെ കളയേണ്ടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഏത് ജീവജാലകങ്ങൾക്കും ജിയോഗ്രഫിക്കും എന്തിനും നമ്മുടെ ലൈഫിൽ അറിയാണ്ട് വരുന്ന പങ്ക്. ജോലി കഴിഞ്ഞ് ബോംബെന്ന് ഫ്ലൈറ്റ് കയറി ഇന്ന് രാവിലെ ഇവിടെ എത്തി നമ്മളെ കാണാൻ എത്തിയിട്ടുള്ള ആ ഒരു സ്നേഹം വളരെ വലുതാണ്. Assembly team, please occupy the front row. അങ്ങനെ നമ്മൾ എല്ലാവരും ആ തിരുമുറ്റത്ത് ഒന്നുകൂടി ഒത്തുചേർന്നിരിക്കണം. ഓർമ്മകൾ അയവിറക്കാനും ഇനി പുതിയ ഓർമ്മകൾ ഒരുമിച്ച് സൃഷ്ടിച്ചെടുക്കുവാനും വേണ്ടി ഉള്ള ഈ ഗാലറിയിലേക്ക് വെൽക്കം എവരിവൺ. ഗുഡ് മോർണിംഗ്. Good morning, miss. എന്നാലേ അത് ശരിയാവുള്ളൂ, അപ്പോഴാണ് അതിൻ്റെ എനർജി വരുള്ളൂ, റൈറ്റ്? ഓക്കെ, സോ a large, huge, tons of welcome to everyone gathered here. My name is Aisha and I am glad to be the MC of the day. And I feel privileged to have been given the opportunity. I'm a trainer and educator, a master trainer by profession, also dabbling a little bit in AI. That's it about me. Now, doesn't it feel incredible to be here? അതൊരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? ഇപ്പോൾ ഈ ഇവിടെ ഇരുന്ന് ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കുന്നത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? ആണോ അല്ലേ? താങ്ക് യു ഫോർ ദാറ്റ് റെസ്പോൺസ്. 50 years, a golden legacy for a premier institution, Presentation Higher Secondary School. During our times, we used to say, yes, we are from PEMHS. PEMHS was what we used to write in our school diary and school notebooks. Now,
Presentation Higher Secondary School is the name, as I come to understand. Assembly team, please. തലചുറ്റി വീഴാൻ സാധ്യതയുള്ള കുട്ടികൾ കൈപ്പൊക്കണേ. ആദ്യം തന്നെ അതെ, കലാപരിപാടിയാണ് അസംബ്ലിക്ക് തലചുറ്റി വീഴുന്നത്. സ്കൂൾ അറ്റൻഷൻ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം മാർഗമതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം മാർഗമതാവട്ടെ. സുരബില സുന്ദര വീചിയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. സുരബില സുന്ദര വീചിയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. Prayer. Almighty God, we begin this new day in your name, and we offer to you our study and play, our thoughts, words and actions. Lord, bless us and save us from all harm and dangers. Make us good and honest, never allow us to hurt our fellow beings, so that our day turns out to be good enough to please you. Please raise your hands for the pledge. Extend your arms, pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers, and all elders respect and to treat everyone with courtesy. I pledge my devotion to my country and my people. In their well-being and prosperity alone lies my happiness, hands down. The news headlines. SC raps Madhya Pradesh government, CBI over inaction in custodial death case. Police blamed for death of 4 protesters in Leh. Palestine issue, not a conflict between Muslims and Jews. State drafting EV policy 2.0, many incentives on cards. Sports. Rahul Sai Sudarshan drive India in a daunting chase. Anushka Tohar claims the women's 50-meter rifle round. That's all in the headlines today. Signing off, Sheena, 1987 batch. It's an honor and to address you on this momentous occasion, celebrating Golden Legacy 50, a testament to our institution's rich history and legacy today. And we gather to cherish the memories of 5 decades by countless achievements and milestones. At this juncture, I extend my heartfelt gratitude to all those yesteryear sisters and teachers and the present teaching and non-teaching staff who have served our institution and is currently serving with dedication and love. Your tireless effort
have shaped the lives of thousands of students, instilling values, knowledge, and passion. Her alumni spread across various fields are a living testament to the institution's commitment to excellence. Their presence and efforts in organizing this grand event demonstrate the enduring bond between school and its community. On this golden occasion, let us express our gratitude to our past, joy in your present, and hope for the future. May our institution continue to be a beacon of learning, values, and excellence, inspiring generations to come. I offer my heartfelt wishes and congratulations to everyone gathered here. May golden legacy 50 inspire us to carry forward the legacy of love, knowledge, and excellence. Thank you. See, now that we got transported back to our school days, our school days, we have more to come. And to start with that, we have a very special inauguration to be conducted. It's time to open our eyes to the creativity that has blossomed within these walls of our alma mater. We have a very special art exhibition featuring the works of two very talented artists from our own alumni community and one of the gurus of the school. They are none other than Mr. Vijay Kumar and Mr. Rajesh Babu. Let's welcome the talents on stage for the official inauguration function of the art exhibition. We have one more artist who agreed to share her creativity with us, Ms. Anita, with her mural and art paintings. First, let us welcome all three artists on stage for the inaugural function. I also invite Sister Disney George to officially inaugurate. Details about the artists: Vijay Kumar CG, 1985-86 batch. Everyone's Vijay, former Calicut University cricket team captain, BCCI Level 1 coach, first coach of Vinesh Puttur, Mumbai Indians player from Perinthalmanna. The fellows in this hat are many. When I requested him to explain his journey through art, he immediately recollected how one of his art teachers used to make him sit after school hours and practice art, and how she would let him off, seeing his eyes wandering to the cricket or football matches going on in the ground. That is the kind of effect that our school has on us. Mr. Rajesh Babu is a former teacher of Presentation High School, Perinthalmanna, and now working at Connectorate, Malappuram. And he has recollected the memories of presentation with 50 sketches over 50 years. How beautiful is that? Capturing memories with 50 sketches over 50 years. So we have two mural artists and one painter who have displayed their plethora of paintings and creativity for us. So I invite Sister Disney Thomas to officially inaugurate the function, the art exhibition. നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമാണ്
ഇത്രയും വിശിഷ്ട വ്യക്തികളൊക്കെ, കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജ്യേഷ്ഠന്മാർ, അവർക്ക് ഇത്രയും വലിയ ഒരു എന്താ പറയുക ലോകം അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ വളർച്ച. ആ വളർച്ചയ്ക്കൊരു തുടക്കം കുറിച്ചത് നമ്മുടെ ഈ ഒരു മുറ്റത്ത് നിന്നാണ്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെ കലാസൃഷ്ടികൾ നമ്മുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് എന്താ പറയുക നമ്മളെ അടക്കം എല്ലാവരെയും വലിയൊരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വിജയനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വിഘ്നേഷ് പുത്തൂരിന്റെ ക്യാരം ബോർഡ് ഇന്ത്യയിൽ ആകെ 2 പേരുള്ളൂ. ആ ഒരു ദിശയിലേക്ക് ആ വ്യക്തിയെ തിരിച്ചുവിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ വിജയനാണ്. ഒരു നിറഞ്ഞ കയ്യടി അതിനു വേണ്ടി കൊടുക്കാം. കാരണം ഒരു പ്രതിഭയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്. താങ്ക് യു വിജയനാണ്. അത് മാത്രമല്ല, ഞാൻ കുറച്ച് അറിയാൻ പോയിട്ടുണ്ട്, നമ്മുടെ സ്കൂളിൽ ഗംഭീര ക്രിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത്രയും എളിമയോട് കൂടി ഒരു വ്യക്തി സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി അറിയില്ല. സ്വന്തമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അത്രയും എളിമയോടുകൂടി സംസാരിക്കുക, ഒരു രാപ്പകൽ ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഡെഡിക്കേഷൻ അത് നമുക്കൊക്കെ പാഠമാക്കാനുള്ളതാണ്. തീർന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ്, കാരണം വലിയ വിലപിടിപ്പുള്ള വലിയൊരു ഗിഫ്റ്റ് തന്നെ അദ്ദേഹം ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പിന്നീട് പറയുന്നതാണ്. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ വലിയൊരു ആർട്ട് വർക്ക് അവിടെ നമ്മുടെ മോഡൽ ഗാലറിയിലുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് അതെല്ലാം എല്ലാവരും വിസിറ്റ് ചെയ്ത് അതിന്റെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് വേണം ഓരോ വ്യക്തികളും കടന്നു പോകാൻ. താങ്ക് യു വിജയേട്ട. രജീഷ് സാറിനെ കുറിച്ച് പറയണ്ട. ഇവിടുത്തെ ഒരുപാട് ബാച്ചുകളുടെ കെമിസ്ട്രി അധ്യാപകരാണ്. തലയിൽ കയറാത്ത വിഷയം തലയിൽ കയറ്റിക്കൊണ്ട് തന്നെ നമ്മളെ എല്ലാവരെയൊക്കെ പഠിപ്പിച്ച് കയറ്റി വന്നിട്ടുള്ള രജീഷ് സാറിന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക് നമ്മുടെ സ്കൂളിലെ മുകളിൽ നോക്കിയാൽ മതി. ആ മുകളിലുള്ള ഒരു പെയിന്റിങ് അത് സാർ ഇവിടെ പഠിപ്പിച്ചിരുന്ന കാലത്ത് അന്ന് അവിടെ വരച്ചു വെച്ചതാണ്. എന്നും പ്രസന്റേഷനിൽ ഒരു മുദ്രയായി തന്നെ ആ ഒരു പിക്ചർ പെയിന്റിങ് അവിടെ നിൽക്കുന്നുണ്ട്. തീർന്നില്ല, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗത്യമുണ്ട്. നമ്മുടെ വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കുട്ടികളെ തിരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടിയുള്ള ഒരു സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ആ 50 കുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ കളക്ടറേറ്റിലെ രേഖകളെല്ലാം എടുത്തുകൊണ്ട് കളക്ടറോടൊപ്പം നിന്നുകൊണ്ട് ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ലീഗൽ കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രമേശ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയും ഒരു നിറഞ്ഞ കഴിവ് നമ്മുടെ ടീച്ചർ പിന്നെ പരിചയപ്പെടുത്തേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറാണ്. നമ്മൾ കയറി വരുമ്പോൾ കണ്ടിട്ടുള്ള ആ കവാടം നിർമ്മിച്ചതും ആ ഒരുപാട് ആ രൂപങ്ങൾ സൃഷ്ടിച്ചതും ഇന്ന് ഇതിന്റെ കുറെയെല്ലാം കലാപരമായ കോർഡിനേഷനും എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ടീച്ചറാണ്. ഒരു നിറഞ്ഞ കൈ അവരുടെയൊക്കെ അതിമനോഹരമായ പെയിന്റിങ്ങുകളാണ് അവിടെ മുകളിൽ അവിടെ നമുക്കായിട്ടിരിക്കുന്നത്. എല്ലാവരും ആസ്വദിച്ച് അതിന്റെ അർത്ഥങ്ങൾ കണ്ടെത്തി തലങ്ങൾ കണ്ടെത്തി അതിന്റെ ആഴങ്ങളിലേക്ക് എത്തി അവരെയൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി പ്രോത്സാഹിപ്പിച്ച് വേണം ഓരോ വ്യക്തികളും കടന്നു പോകാൻ. അപ്പോൾ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാൻ ഞാൻ സിസ്റ്ററെ സ്വാഗതിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ആർട്ട് ഗാലറി നമുക്കായി സൃഷ്ടിച്ചു തന്ന ഇന്ന് എല്ലാവരും ഒരു കലാപരമായിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ സ്വന്തം പ്രസന്റേഷൻ മകനായ വിജയ്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സാറ് രജീഷിനും നമ്മുടെ ഇപ്പോഴുള്ള അനിത മിസ്സിന് ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ ആശംസിക്കട്ടെ. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോഴും ഉണ്ട് അവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോയി ആ ആർട്ട് ഗാലറി സന്ദർശിച്ച് അതിനുള്ള സന്തോഷം നിങ്ങൾക്ക് നേടിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ഈ ഒരുക്കി തന്ന ഇവർക്ക് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ടും ഈ ആർട്ട് ഗാലറി ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്തതായി എല്ലാവരെയും ഞാൻ അറിയിച്ചിരുന്നു. താങ്ക് യു. തുടക്കങ്ങൾക്ക് കാരണമായിട്ടുള്ള
സിസ്റ്റർ ലോറൻസ പി.യുടെ രജിസ്റ്റർ വരച്ചിട്ടുള്ള ആ ചിത്രം നമ്മുടെ അനാവരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആ ഗാലറിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നമ്മൾ നിർവഹിക്കുന്നത്. വളരെ നിറഞ്ഞ കൈയോട് കൂടി എല്ലാവരുടെയും ആ ഒരു സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുക. തിയേറ്ററിന്റെ ഒരു വിശിഷ്ടമായ ഒരു കലാമൂല്യമുള്ള, എത്ര വില കൊടുത്താലും മതിവരാത്ത ഒരു ഉപഹാരമാണ് ഇന്ന് അദ്ദേഹം നമുക്കായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളത്. ഇന്ന് അവസാനം വരെ, പ്രോഗ്രാമിന്റെ അവസാനം വരെ ഇവിടെ ഉണ്ടാകുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുത്തുകൊണ്ട് അവർക്കായിട്ട് കാത്തു വെച്ചിട്ടുള്ള ആ അമൂല്യമായ ഗിഫ്റ്റ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള വിജയത്തിൽ വരച്ചിട്ടുള്ള, കൈകൊണ്ട് ചേർത്തിട്ടുള്ള ആ ഒരു കഥകളുടെ ആ ചിത്രം. ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്ന അമൂല്യമായ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വൈകുന്നേരം വരെ വീട്ടിൽ ആ റാപ്പിൽ നിങ്ങളുടെ പേരാണ് വന്നതെങ്കിൽ ഈ ഉപഹാരം നിങ്ങൾക്ക് സ്വന്തം. ഭാഗ്യം പരീക്ഷിച്ച് ആരാണ് ആ ഭാഗ്യം നേടിട്ട് പോവാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി now the time has come for us to hear from a couple of our alumni. Let's hear what they have to say in felicitation. Allow me to call upon Ramesh Chandran of 1985-86 SSLC batch to grace the stage. Please give a big round of applause. All the way from Navi Mumbai, he is an engineer in electronics and communications with a PG diploma in business administration and leadership and the leadership course from Coaching Foundation of India. He works with Reliance Retailers Limited as head of enterprise service. He has worked with several companies like Godrej Appliances, Blue Star Limited, Dish TV Limited, Electrolux, Kelvinator, etc. Over to you, sir. It's actually a really privilege to stand in front of this esteemed crowd. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 1974 ഡൽഹിയിലാണ് ഇവിടെ ആദ്യമായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിലേക്ക് വരുന്നത്. അതെനിക്ക് 2 വയസ്സ് 9 മാസമാണ് പ്രായം. അത് എനിക്ക് 15 വയസ്സിലാണ് പുറത്തു. അപ്പോൾ എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സ്, എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സ് ആർ സ്പെൻഡ് ഹിയർ. So what I am is because of this institution. So I am greatest deep gratitude I am telling this. So I am actually indebted to this institution for what I am. എനിക്ക് ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന മൊബൈലാണ്, യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഹിന്ദി. അപ്പോൾ എപ്പോഴും ഞാൻ ഹിന്ദി എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഭാഷയായിരുന്നു ഹിന്ദിയില്ല. അവരുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വളരെ സോഫ്റ്റ് ആയിരുന്നു കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കുറെ കുതിരകളിക്കായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ഹിന്ദിയുടെ ഒരു ജോസ്നേരി. അപ്പോൾ ഞാൻ ഇപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഞാൻ അവരെ ആലോചിക്കും. അതുപോലെ ഇംഗ്ലീഷ് കുമാറിനുണ്ട്. സിലബസിന്റെ പുറത്ത് കുറേ പഠിക്കുന്നത്, കുറേ സിലബസിന്റെ പുറത്താണ് പഠിക്കുന്നത്. ഞാൻ എപ്പോഴും ശരിക്കും പറഞ്ഞ മനസ്സിലോട്ട് ആലോചിക്കുന്നത് ഹിന്ദി സിലബസിന്റെ പുറത്ത് പഠിക്കുന്നത്, സിലബസിന് നമ്മളൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ അത് ഒരു ബേസ് തന്നു 2 കൊല്ലം 2 ഇയേഴ്സ്. അപ്പോൾ അങ്ങനെ ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് രാവിലത്തെ വൈകുന്നേരം പറയാനുള്ള 12 വർഷത്തെ മെമ്മറീസ് ഒരുപാടുണ്ട്. സിസ്റ്റർ രജിസ്റ്റർ ഞാൻ കണ്ടില്ല, അവർ എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാനെങ്കിലും ഒരു മദർലി ടച്ചാണ്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അവരൊരു മദർലി ഫോമിലാണ് കാണാറുണ്ടായിരുന്നത്. ചിന്ത പറയുന്നത് അടിയിൽ കിട്ടാറില്ല, കാരണം കുറച്ച് പ്രകൃതിയിലൊരു പയ്യനായിരുന്നു. അതുകൊണ്ട് അടിയിൽ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മദർലി ടച്ച് അതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് വന്നാലും ഈ ഗോൾഡൻ ജൂബിലിക്ക് വരണം എന്ന് ഉദ്ദേശിച്ചത്. കാരണം അത്രയും ഇൻഫാക്ട് 2 ഇയേഴ്സ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള വളരെ ഒരു വീടിൻ്റെ പുറത്ത് വളരെ കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതുവരെ 2 ഇയേഴ്സ് സ്പെൻഡ് ചെയ്ത ഒരേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ്. ഈ ഒരു സ്റ്റേജ് ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് ഗോൾഡൻ മെമ്മറീസ് കിട്ടും. സോ ലെറ്റ് മീ ask everyone, or rather let me tell everyone that let us take this, most of it, and we carry golden memories which can cherish for years to come. Thank you. Let's now call upon Dr. Tedina Sidi, member of PMHS
alumni of Presentation Higher Secondary School at present, who has created a niche for herself in this wide, chaotic world. A physiatrist, Managing Director, Therapia, Physiotherapy and Fitness Center, Head of Department, PMR Rehabilitation Center, MAS Medical College, Visiting Consultant, ARNC, EMS, etc. Fitness is her passion. And there's a lot more which we will keep for later. Ini കുറച്ച് പറയാനുണ്ട്. അത് പക്ഷേ ഞാൻ പിന്നത്തേക്ക് വയ്ക്കാം. വേറെ കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് now let's welcome Dr. Febina to felicitate the occasion. Over to you. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, അതുപോലെ നമ്മൾ ഇത്രയും വേദി ഒരുക്കി തന്ന ഇതിൻ്റെ എന്താ പറയുക ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, എല്ലാം. ശരിക്കും ഇന്നലെയൊക്കെ ഇവിടെ പ്രാക്ടീസിന് വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിലാണ്, 5th അവസാനമാണ്, 1984 ആണ് ഇവിടെ പ്രസന്റേഷനിൽ കാലുകൊടുക്കുന്നത്. വാർഷി ഓർത്തോപീഡിഷൻ ആയതുകൊണ്ട് ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് ഗവൺമെന്റ് സർവീസിലായിരുന്നു. അങ്ങനെ ഇടയിൽ ഒരു ജാനുവരി ഫെബ്രുവരി എൻഡ് ഓഫ് സ്റ്റാൻഡേർഡാണ് പ്രസന്റേഷനിൽ വരുന്നത്. ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടോ അതിന് ഒരു 95% ഇറ്റ് ഗോസ് ടു പ്രസന്റേഷൻ. കാരണം നമുക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ആ ഒരു ആത്മവിശ്വാസം. അതിപ്പോൾ പല സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ട് ആരായിട്ടും നമ്മൾ വേഷങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് പലർക്കും ചൈൽഡ്ഹുഡ് ട്രോമ, അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടാത്ത ഒരു ഇതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രസന്റേഷനിൽ ഏറ്റവും തോന്നിയ കാര്യം വെച്ചാൽ പഠിത്തത്തിനോടൊപ്പം തന്നെ കരിക്കുലർ ആക്ടിവിറ്റീസിനും അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഡാൻസ് ആണെങ്കിലും മോണോ ആക്ട് ആണെങ്കിലും എന്താണെങ്കിലും ക്ലാസ് കട്ട് ചെയ്തെന്ന് പോകാനായിട്ട് അനുവദിക്കും. പക്ഷെ എത്ര ക്ലാസ് കട്ട് ചെയ്താലും ആ ഇപ്പൊ അധികം നമ്മൾ കണ്ടുവരുന്നുണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് കൂടുതൽ പഠിക്കാൻ ആക്റ്റീവ് ആവുക. കാരണം ഇറ്റ്സ് നോട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്യുമെന്നല്ല, ആ ക്വാളിറ്റി എത്ര ആ സമയങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒട്ടും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അധികം വല്ലാതെ കണ്ടിട്ടില്ല, അന്നത്തെ കാലത്താണെങ്കിൽ പോലും. ഇപ്പം എല്ലാവർക്കും നല്ലൊരു സുദിനം കാഴ്ചവെക്കുന്നു. ആൻഡ് ഐ എക്സ്റ്റെൻഡ് ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു Presentation School for all what I am now and going to be. Thank you. Thank you, Dr. Febina, for Sudhir Mohan of batch 92. I request him to come and make us feel even more at home, the way he used to during the Yuvajanotsav days. Currently, Sudhir is a technology leader with global experience across industries. He works in Air India as Vice President. He had a long stint in Wipro where he played various global roles and was based in the US for a while and had stints in the UK, Canada, South Africa, Australia, South Korea and the Middle East, a true globe-trotter. Over to you, Sudhir. Good morning, everybody. ഞാൻ എന്നെ ഈ സ്കൂളിൽ പഠിച്ച മിക്കവാറും ആൾക്കാർക്കും അറിയുന്നത് പ്രസംഗിക്കുന്ന കുട്ടി എന്നുള്ള ഒരു പേരിലായിരിക്കും. പിന്നെ നേരെ അപ്പുറത്തുള്ള ആ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ ഒരുപാട് അസംബ്ലികളിൽ ഇങ്ങനെ വീണ്ടുവിച്ചിട്ടുണ്ട്. Quite a few times, many occasions. ഞാനിവിടെ പഠിക്കുമ്പോൾ I thought I would make a career out of പ്രസംഗം. കാരണം ഞാൻ എല്ലാ കോമ്പറ്റീഷനും പോകുന്നതിന് ഫലമായിരുന്നു. So I thought I would really make a career out of electricians. അന്ന് സുകുമാർ അഴീക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ പാസഞ്ചറായി കത്തി നിൽക്കുന്ന സമയമാണ്. But soon I realized that reality is way too different. So I opted to study. ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത്. I was never away from this institution. കാരണം when I look at the crowd here, എൻ്റെ ജീവിതത്തിൽ
ഞാനുമായിട്ട് ആത്മബന്ധമുള്ള എല്ലാവരും I can say Asif, I can say Saju, and I'm not naming everybody, but certain people who I really cherish. We studied together in St. Thomas with Shiva Plus. Hanifa was there. Other branches, there are many people. So, Febi, I always tell Febi that you are a very inspiring character these days. She's a social reformist in Perzalmana, living a life that many could envy about. At least I envy her for her clarity of thought and the things that she does. And she spoke many things that I wanted to speak. So I was not able to find you. You were right there. Okay. So, see, schools doesn't prepare us for exams, right? Schools actually prepare us for life. As you like to school, our confidence on so I'm indebted to school for that confidence, for that opportunities, for that values that you instilled in me, which really helped later on. But that's not what I want to speak about. Yeah, school, but I did not enjoy the studies here as much as I enjoyed extracurricular activities here. In Kisham, നാടകത്തെ അഭിനയിച്ചിരുന്നു, പ്രസംഗിക്കാൻ പോകുമായിരുന്നു, ക്വിസ് കോമ്പറ്റീഷൻസ് പോകുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഞാൻ വൈകുന്നേരമാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ എന്റെ ജീവിതത്തിൽ വളരെ ധാരണമായി എന്നെ സ്പർശിച്ച ടീച്ചർമാരെ പറ്റി ഞാൻ ആലോചിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഒരു പബ്ലിക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റി തന്നത് സുധാകൃഷ്ണനാണ്. അതിലാണ് എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ആദ്യമായി കണ്ടെത്തുന്നത്. അതിൽ ഞാൻ കഥാപുസ്തകം വായിക്കുമായിരുന്നു. ആ വായിച്ച കഥകൾ എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നിരുന്നു. എൻ്റെ മലയാളം കുറച്ച് ഭംഗിയാക്കാൻ എന്നെ സഹായിച്ചത് വിദ്യാഭ്യാസമാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ്മേറ്റ്സിനെ നളിനി എന്ന് പറഞ്ഞ കവിത പഠിച്ചിട്ടുണ്ട്. I could talk about a poetry at that time because it was her guidance, and she really helped me to sharpen my Malayalam. ഗിരിജാൻസ് പഠിപ്പിച്ച അലങ്കാരവും ബന്ധവും ഇപ്പോഴും ഞാൻ മറന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഉൾപ്രേക്ഷ എന്നൊക്കെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഗിരിജാൻസിനെ വിളിച്ചിരുന്നു. ഞാൻ ഒരു കവിത വായിച്ചപ്പോൾ ഉൾപ്രേക്ഷയാണ്. ഉൾപ്രേക്ഷയെ പറ്റി ചിന്തിച്ചപ്പോൾ ഗിരിജാൻസിനെ പറ്റി ആലോചിച്ചെന്ന് പറഞ്ഞത്. പി ടി സാറിനെ പറ്റി പറയാൻ ഒരു പ്രസംഗവും പൂർണ്ണമാവില്ല. ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ പോലെ പ്രസന്റേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും ആദ്യം മനസ്സിൽ വരുന്ന ആളാണ് പി ടി സാർ. ആളുടെ അടി കിട്ടിയിട്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടാണെന്ന് വിചാരിക്കും. ഞാൻ പറയും യൂത്ത് ഫെസ്റ്റിവൽസിൽ പോകുമ്പോൾ നമ്മൾ പുറത്താണല്ലോ പോകുന്നത്. ഒരു അമ്മയെ പോലെ നമ്മളെ കൊണ്ടു നടത്തുന്ന ടീച്ചറാണ് നളിനീസ്. നളിനീസ് നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ I fondly remember her for the care and the diligence with which she took care of us when we go to youth festivals. Same with Babu sir, who was our art teacher. Sister Regina John, I have special gratitude for her because പുറത്തുനിന്നുള്ള ഒരു ഡ്രാമ ടീമിനെ കൊണ്ടുവന്ന് she trained us on youth festival dramas. ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ കോൺവെന്റിൽ പലതവണ താമസിച്ചിട്ടുണ്ട് ഡ്രാമ പ്രാക്ടീസ് കഴിഞ്ഞിട്ട്. കോൺവെന്റിലെ ഭക്ഷണം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, കാരണം എൻ്റെ വീട്ടിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ഇവിടെ വരുമ്പോൾ ബിരിയാണി കിട്ടി. So I used to look forward to those opportunities. ഞാൻ ഏറ്റവും കൂടുതൽ നോൺ വെജ് ഭക്ഷണം ആദ്യം കഴിച്ചിട്ടുള്ള ആസിഫിന്റെ വീട്ടിൽ നിന്നാണ്. He is my friend since then and we continue to talk. ആസിഫിന്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നോൺ വെജ് ഭക്ഷണം ആദ്യം തന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോഴും I try to make opportunities to go to his house to have food. So it's a ഇപ്പൊ ഇവിടെ തിരിച്ചു വന്ന് നിങ്ങളെ കാണുന്നതിനോട് സംസാരിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. സി നമ്മൾ ഇവിടെ നിന്ന് പുറത്തുപോയി, ഞാൻ പോയിട്ട് 33 വർഷമായി. 33 വർഷത്തിൽ ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയി, കുറെ സ്ഥലത്ത് ജോലി എടുത്തു. ഞാൻ ഇപ്പോഴും എറണാകുളത്താണ് ജീവിക്കുന്നത്, അവിടെയാണ് ജോലി എടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സക്സസ് ഓർ എനിത്തിങ് ദാറ്റ് യു മേക്ക്, റൈറ്റ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ ഫീൽ കംപ്ലീറ്റ്, ഐ എം വെരി ഹാപ്പി. ജീവിത പാഠങ്ങളാണ് കുട്ടികളെ നല്ല പൗരന്മാരും നല്ല വ്യക്തികളുമാക്കുന്നത്. For the dedication that you have made, you paid your life for this. Thanks a lot for that. I'm very energetic, very enthusiastic alumnus among us. Father Toby Joseph.
time, please grace the stage and share your memories with us. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ ഇവിടെയുള്ള നിൽപ്പിലൊരു വിരോധാഭാസം, കോൺട്രഡിക്ഷൻ. അതിതാണ്, ഈ സ്കൂളിലായിരിക്കുമ്പോൾ ഒരു പക്ഷേ സ്റ്റേജിൽ കയറാൻ ഭാഗ്യം കിട്ടാത്ത ഒരാൾ. പലപ്പോഴും ടീച്ചേഴ്സ് കളിയാക്കിയിട്ടുള്ളത് ചേച്ചിയുടെയും ചേട്ടന്മാരുടെയും പേര് പറഞ്ഞിട്ട് അവരുടെ വാല കെട്ടാൻ കൊള്ളുവോ എന്ന് ചോദിച്ചിട്ടാണ്. അതൊരു പാസ്റ്റർ ഫെബിയും സുധീറും സൂചിപ്പിച്ചതുപോലെ, education is not about what we got here. Education is what is about what was established in our minds when we were here. നമ്മളിവിടെ ആയിരുന്നപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സെറ്റ് ചെയ്യപ്പെട്ടോ ഭാവിയിൽ കൂടുതൽ വരുമ്പോൾ സ്വീകരിക്കാൻ അതെനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് ഈ സ്കൂളിൽ നിന്ന് എന്ന് വിചാരിക്കുന്നു. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഒത്തിരി അധികം സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, സാർമാര്, പ്രിൻസിപ്പൽമാര്, പി ടി മാസ്റ്റേഴ്സ് ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് എന്താണ് പ്രസന്റേഷൻ തന്നത്? നമുക്കൊരു കണ്ണാടി തന്നു. ആ കണ്ണാടിയിലാണ് നമ്മൾ നമ്മളെ കണ്ടത്. നമ്മൾ എന്താകണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത് ആ കണ്ണാടിയിലാണ്. I think that will symbolically say about what presentation gave us. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 2-3 വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ ചില ചിന്തകൾ ഇങ്ങനെ കിടക്കുകയാണ്. സിസ്റ്റേഴ്സ് ഇതൊരു ഒഫൻസ് ആയിട്ട് എടുക്കരുത്. എന്റെ മനസ്സിൽ കിടക്കുന്ന ചില ചിന്തയിലാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്കൊക്കെ വലിയ തിരിച്ചറിവായി. ആദ്യ വർഷങ്ങളിൽ ഒരു പക്ഷേ ഞാൻ LKG ഇവിടെ ചേർന്നപ്പോഴാണ് എന്റെ നേരെ മൂത്താൾ UKG ചേരുന്നത്, അതിന്റെ മൂത്താൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത്, അതിന്റെ മൂത്താൾ 6ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അങ്ങനെ 4 പേര് ഒന്നിച്ചാണ് നിങ്ങൾ വന്നത്. അന്നത്തെ പ്രസന്റേഷൻ സിസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസും അവർ കാണിച്ച കമ്മിറ്റ്മെന്റും വെച്ച് I never thought being a son of a teacher, എന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിന് BEd പോലും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ കുത്തിയിരുന്നും പഠിച്ചിട്ടാണ് അവർ പിറ്റേ ദിവസം നമ്മളെ പഠിപ്പിച്ചത് എന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ തിരിച്ചറിയുന്നത്. I wonder what was Sister Jane, what was Sister Rosemary, what was Sister Lindsay, what was Sister Lindsay, what was Sister Regina, what was Sister Philo, and all the sisters, most of them landed here with just 1 or 2 years of Italian exposure, not even knowing English well, but they ran one of the pioneering English medium schools of Malappuram district of that time. ഞാൻ എന്റെ ചെറിയ ലോകത്തേക്ക് ആത്മമിത്ര എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സെന്ററിന്റെ കുട്ടികളുടെ കല്യാണം വരെ സപ്പോർട്ട്, കൗൺസിലിംഗ്, ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സെന്ററിന്റെ എന്റെ തന്നെ ഒരു ബ്രാഞ്ചായിട്ടാണ്. അതിന്റെ ഡയറക്ടറായിട്ട് കാലടിയിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 13 വർഷമായിട്ട് അവിടെയാണ്. നമ്മുടെ സെന്ററിലെ കുട്ടികള് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെയൊക്കെ വലിയ നേട്ടങ്ങളോട് ചേർത്ത് വെക്കാൻ ഒരു ചെറിയ കാര്യം ഞാൻ പറയുകയാണ്. I want to summarize it this way, and I think that is the biggest gratitude to my sisters and teachers here. I will be happy if I die today because my life is fulfilled. കാരണം എനിക്ക് പകരം ജീവിക്കാൻ ഇന്ന് 450ഓളം പേരുണ്ട്. The people whom Atmamitra claimed back from suicide. ഞങ്ങൾ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മേഖല സൂയിസൈഡ് കൗൺസിലിംഗ് ആണ്, കുട്ടികളുടെ, ടീനേജേഴ്സിന്റെ, യൂത്തിന്റെ. അപ്പൊ ആ വിധത്തില് ഫുൾഫിൽഡ് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സിസ്റ്റേഴ്സ് എനിക്ക് തന്നത്, ടീച്ചേഴ്സ് എനിക്ക് തന്നത്, സാർമാർ എനിക്ക് തന്നത്, I think I am paying back as gratitude to you. ആ വലിയ തിരിച്ചറിവാണ് ഇന്നെ നിങ്ങളുടെ മുൻപിൽ ചിരിച്ചു നിർത്തുന്ന എന്റെ സഹോദരങ്ങളുടെ കൂടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളോട്
സംസാരിക്കുക. And thank you for all that presentation was to us. And thank you for all that presentation ignited in us. Thank you very much. God bless. ഈ മുറ്റത്ത് നിന്ന് അദ്ദേഹം ലഭിച്ച തിരിച്ചറിവുകൾ എന്റെ ജീവിതത്തിൽ പകർത്തി ഒരുപാട് ജീവിതങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തരമായ കർമ്മത്തിലൂടെ അദ്ദേഹം നടന്നു പോകുന്നു. ഒരു നിറഞ്ഞ കയ്യടി മനസ്സിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിനുള്ള കൊടുക്കാം. താങ്ക് യു സർ. Once again. So we heard a lot about education, and now I have to invite one of our alumni who is very much the lifeblood of a premier education institution of Perithalmana and surroundings. I invite Dr. Hanifa, batch 1992, the principal of Maulana Pharmacy College. The very dear Hanifa sir of his students, as I personally know because I work with him. So, please, we await your words. വളരെയധികം സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിങ്ങളെല്ലാവരെയും മുന്നിൽ നിൽക്കുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ്, താങ്ക് യു ആയിഷ ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. എൻ്റെ ബാച്ചിൽ ഒത്തിരി പേരിവിടെ ഉണ്ട്. എന്നെ അറിയുന്ന കുറച്ച് പേരെ കാണുള്ളൂ എൻ്റെ ബാച്ചിലല്ലാത്തവർ. ഞാൻ 88-ലാണ് 7ാം ക്ലാസ്സിലാണ് ഈ സ്കൂളിൽ എത്തിയത്. അതുവരെ പട്ടാമ്പിയിൽ ഒരു സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പഠിച്ചത്. എൻ്റെ ക്ലാസ്സിൽ അന്ന് പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നത് ആകെ 16 പേരാണ്. ഞാൻ 7ാം ക്ലാസ്സിലൂടെ എത്തുമ്പോൾ 55 പേരായിരുന്നു എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വന്ന് ഇരിക്കുന്നത് പോലെയായിരുന്നു. ആ ക്ലാസ്സുമായിട്ടൊന്ന് സിങ്കാവാൻ കുറച്ച് സമയമെടുത്തു. പതുക്കെ അതിൻ്റെ ഭാഗമായി. പിന്നെ അന്നുണ്ടായിരുന്ന ഏറ്റവും ഞാൻ പഠിക്കാൻ ക്ലാസ്സിലെ ടോപ്പറൊന്നും ആയിരുന്നില്ല. ആദ്യത്തെ 10 പേരിലൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിരുന്നു. അന്ന് എന്നെ കൂടുതൽ വായിക്കാനും എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത് ഞങ്ങളന്ന് മലയാളം പഠിപ്പിച്ച ഗിരിജ മിസ്സാണ്. അതിന് ഈ 7th തൊട്ട് തന്നെ കോളേജ് യൂത്ത് ഫെസ്റ്റ്, കോളേജ് എന്നാണ് എപ്പോഴും വായു തരാൻ കാരണം കോളേജിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. സ്കൂൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ പങ്കെടുത്തിരുന്നു. ഏതിനെങ്കിലുമൊക്കെ സമ്മാനം കിട്ടും. പക്ഷേ എന്നാലും വിട്ടുകൊടുക്കാറില്ല. അടുത്ത വർഷം ഇനിയും മത്സരിക്കും. അപ്പോൾ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടുള്ള മത്സരങ്ങളിലും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ 10th 92 ബാച്ചാണ് ഞങ്ങൾ. 10th ആയിരുന്നു അപ്രതീക്ഷിതമായിട്ട് കലാപ്രതിഭയെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 13 ഇവൻസിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അത് കൂടുതലും ലിറ്റററി ഇവൻസ് ആയിരുന്നു. പിന്നെ പ്രസംഗം അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറയണം. പക്ഷെ മറക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടുത്തെ സിസ്റ്റേഴ്സിന്റെ സ്നേഹം, അവരുടെ പ്രോത്സാഹനം, മാനസികമായിട്ടുള്ള പിന്തുണ, എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളതിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ സ്കൂൾ ഡേയ്സിൽ തന്നെ അധ്യാപനം എങ്ങനെ ഒരു മനസ്സിൽ കടന്നുകൂടിയിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു വഴിയിലേക്ക് തന്നെ വന്നു. ഏകദേശം കഴിഞ്ഞ ഒരു 10-27 വർഷമായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ മൗലാന കോളേജ് ഫാർമസിയുടെ പ്രിൻസിപ്പളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് കുറെ പേരെ കണ്ട് നമ്മൾ അഡ്മയർ ചെയ്യും. ഇവരെ പോലെ ആവാൻ പറ്റിയിരുന്നുള്ളത്. അത് ചിലര് അവരുടെ ക്ലാസ്സുകൾ കൊണ്ടായിരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അവരുടെ ഇടപെടലുകൾ കൊണ്ടായിരുന്നു. അതായത് തളരുമ്പോൾ നിന്നെ കൊണ്ട് പറ്റും എന്ന് പറയുന്നത് നമ്മളെ ചേർത്ത് നിർത്തിയിരുന്ന കുറെ പേരുണ്ട്. തളർന്നു പോകുമ്പോൾ ആ ചേർത്ത് നിർത്തിയവരിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് എന്നെ ഈ പ്രൊഫഷനിൽ ഇപ്പോഴും നിലനിർത്തുന്നത്. യാത്രയിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ ക്രിസ്തുവിന്റെ മണവാട്ടികളായിട്ടുള്ള നമ്മുടെ സിസ്റ്റേഴ്സിന് ഇനി നേരെ ദൂരം ഇങ്ങനെ ഈ സ്ഥാപനത്തിനെ യേശസ് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന
ഇതിന്റെ സംഘാടകരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മൾ പഴയ മുൻ ബാച്ചുകളുടെ കുറെ കാര്യങ്ങൾ കേട്ടു. ലെറ്റ്സ് ഹിയർ someone from 2002 batch. I call upon Raini Mansu to share a few words with us. She is an interior designer and wellness and nutrition consultant. Raini, welcome on stage. Over to you. Respected dignitaries, my fellow alumni, and everyone who gathered out here. A scintillating morning to all of you. ഒരു 22 വർഷത്തിന് ശേഷം ഇങ്ങനെ എൻ്റെ സ്കൂളിൽ ഒരു മൈക്കിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. I'm filled with lot of happiness and loving memories. I was molded here in these halls of learning where I discovered myself, my passion, my strength and weakness. A few days back, when I met Sister Destiny, the warmth and affection that I felt from her literally brought tears in my eyes. We all have spent a great period of our life here, and everyone has a different story to tell about their school life. The experience that we get from here taught us the importance of resilience, perseverance, and dedication. Today we all are here to recreate those golden days of our life and celebrate the bonds that we formed. I sincerely want to express my gratitude towards our school for arranging us this event. And I have no words to express the sincere efforts taken by the program conveners and the whole energetic team who worked day and night for months to make this day happen for us. So today, let's cherish our memories, strengthen our bonds, and contribute back to our school in all possible ways we can. So thank you, and I wish you all a great day ahead. After the games, let's move to the ARMC stall for the inauguration and the activity thereafter. Hello guys, please.
മിസ്സായാലും മുറ്റക്കല്ലേ കുടുംബക്കാരുടെ അശ്രദ്ധ വീണ്ടും ഇവിടുത്തെ പരിപാടി വൈകുന്നേരം വരെ ഉണ്ടല്ലോ. അതിനിടയിൽ വരാത്തവരെയും വന്നു ചേരുന്നവരെയും കണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് പഴയ വഴിയുടെ ഓർമ്മയിൽ തന്നുകൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബലൂൺ താഴെ വീണാൽ ആ ടീം ഔട്ടോ. അപ്പൊ അതൊക്കെ പോണേ മതി. പോട്ടെ പോട്ടെ പോട്ടെ, വണ്ടി മുന്നോട്ട് പോട്ടെ, വണ്ടി മുന്നോട്ട് പോട്ടെ, വണ്ടി മുന്നോട്ട് പോട്ടെ, പോട്ടെ 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 പോട്ടെ. ചേർന്ന് നിൽക്കണം, ചേർന്ന് നിൽക്കണം, ഗ്യാപ്പ് പാടില്ല, ചേർന്ന് നിൽക്കണം. ആകർഷകമായിട്ടുള്ള സമ്മാനം കാത്തു നിൽക്കുന്നുണ്ട്. ചെരുപ്പ് വീടുകൾ നോക്കേണ്ട ആവശ്യമില്ല. പതുക്കെ പോട്ടെ, പതുക്കെ പോട്ടെ. ചേർന്ന് നിൽക്കണം. ഇത് ഫോണിലാണ്. ചേർന്ന് നിൽക്കട്ടെ, ചേർന്ന് നിൽക്കട്ടെ, ചേർന്ന് നിൽക്കട്ടെ. അവിടെ ബലൂൺ പോയി, ബലൂൺ പോയി എടുത്തോളൂ. ഓടട്ടെ ഓടട്ടെ, അതാ അവിടെ ഒരു ടീം അത് ലാസ്റ്റ് റോ, ലാസ്റ്റ് റോ. ബലൂൺ ബാക്കിലേക്ക് പാസ് ചെയ്തു, പാസ് ചെയ്തു. യെസ്, പോട്ടെ 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 പോട്ടെ. ഓട് 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 ഓട്. ബലൂണ് കാർത്തിക്കൂ. ആള് കുറവുണ്ടോ ഇവിടെ? ഇന്ത്യക്കുള്ള സമ്മാനം ഓട്ട മത്സരത്തിലെ ഇന്ത്യക്കുള്ള സമ്മാനങ്ങൾ എല്ലാവരും ഓക്കെ.
തൂവനാണ് അല്ലെ? അപ്പൊ കയ്യടിക്കട്ടോ. ഒരു മഞ്ഞു തുള്ളി പോലെ നീലേ നിന്നെ ഞാൻ ഉറക്കുകില്ല ആഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖപ്പടിവാതിൽ തുറക്കുകില്ലേ ആമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല.
for Arnold Mitra, author of a beautiful collection of stories, short stories. Arnold Mitra, please, onto the stage. Give a big round of applause to welcome Mr. Arnold Mitra onto the stage. Arnold Mitra is an author, marketing communication expert, and entrepreneur from the vibrant port city of Kochi, Kerala. With a management degree and an impressive career, Arnold has worked with renowned brands like Cycle Automobiles, Tata Teleservices Limited, etc. and more. From designing innovative packaging solutions to product development and high-impact brand campaigns, he has left an indelible mark on his professional journey. Then one day, Arnold embraced a new chapter in his life. One filled with storytelling and imaginative creations of children. Inspired by his daughter Gauri, Arnold discovered the magic of bedtime stories. Storytelling is a wonderful way for parents to bond with their children. When we look back, some of our most cherished moments, they're spent listening to stories told to us by our grandparents and parents alike. And Arnold Mitra's Rishki and Janki, History at the Fort and other stories is a result of such beautiful traditional bedtime stories between a father and a daughter. Every night, my daughter Gauri wanted to hear a story before going to sleep. It was like a ritual for us. She was 6 when I started this tradition. Let's hear the rest from the man himself. Let's hear from Arnold. I have tried to capture the essence of his stories mean to us through their poetics. So Arnold, my question for you. See, as someone who started creating stories for your daughter, and as someone who started creating stories for my own son, I can truly relate with your work. Many parents here, ഒരുപാട് ഇവരുടെ parents instinctive ആയിട്ട് അവരുടെ bedtime stories നമ്മളോട് പറയാറ്, അല്ലേ? But what made your case different is that അവർക്ക് കോൺഷ്യസ് ആയിട്ട് ഒരു പാഠങ്ങൾ അല്ലെങ്കിൽ മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന കഥകളായിട്ടാണ് അത് ഉപയോഗിച്ചത്. ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തരം നല്ല കഥകളാണ്. കാരണം കഥകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും, അത് മാറി പോയില്ല. അപ്പോൾ അവരോട് ചോദിക്കാനുള്ളത്, ഈ കഥകൾ എഴുതുമ്പോൾ ഉണ്ടാകാമെന്ന് ആഗ്രഹിച്ച ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അവർ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്നും കിട്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണോ പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കഥകളുടെ ആരംഭം? As I started writing stories for my daughter, I was so concerned about the challenges we will be facing in the future. And കുറച്ച് qualities, എന്തെല്ലാം qualities ആണ് she should have, like humility, kindness, empathy. ഈ തരം കാര്യങ്ങൾ സ്റ്റോറീസ് ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൈൻഡ് ഓഫ് എന്താ പറയുക, bullying or like kind of future in the future kind of challenges she has to face, type of competition she has to encounter. All such factors I have thought and deliberately I have tried to include in my in the stories that I write. സംഭവം അങ്ങനെയാണ്. ഞാൻ എൻ്റെ മോനെ കഥകൾ പറഞ്ഞെടുക്കുമ്പോൾ എല്ലാ കഥകളിലും സൽഗുണൻ ദുർഗുണൻ എന്ന് പറഞ്ഞിട്ട് 2 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. സൽഗുണൻ ദുർഗുണൻ. സൽഗുണനായിരിക്കും അന്ന് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ചെയ്തത്. ദുർഗുണൻ ആലോചിക്കാമോ,
അത് ശരിക്കും ഈ രൂപത്തിൽ Rishi and Janvi, Mystery as a Fort and Other Stories എന്നുള്ള രൂപത്തിലേക്ക് നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു ഫോമിലേക്ക് ആക്കണമെന്ന് നമുക്ക് എത്ര പേർക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ ആക്കുന്നതിലൂടെ ആരോഗ്യം ചെയ്തത് സ്വന്തം മോളല്ലാതെ ഒരുപാട് മക്കൾക്ക് അത്ര അധികം ഇമാജിനേഷൻ ഇല്ലാത്തൊരു പാരന്റ് ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥകളും ഒക്കെ ഒരു സംഭാവനയാണ് അല്ലെ, ഒരു മുതൽക്കൂട്ടാണ്. അപ്പൊ അത് ശരിക്കും അഭിനന്ദനമായ ഒരു കാര്യമാണ്. It should be appreciated. So the next question for you, you're an entrepreneurial journey അല്ലെ. അപ്പൊ ശരിക്കും ഒരു കഥ പറയുന്ന ഒരു പാരന്റ് and an entrepreneur creating a children's product or a series of children's products, ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. So what is the specific moment of realization that made you shift from this is a great story for my daughter to this is also something that I need to take to people and there is also a business opportunity in this. അല്ലെങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾ നേരിട്ട ഒരു വെല്ലുവിളി, ഒരു ടേണിംഗ് പോയിന്റ് അതെന്തായിരുന്നു? പിള്ളേരെ എൻഗേജ് ചെയ്യിക്കുന്നു പറയുന്നത് ഹെൽപ്ഫുൾ ടാസ്കായിട്ട് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. ആൻഡ് ഓൾസോ while I was talking to other parents, ഈ സംഭവം അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ഈസ് കംപ്ലീറ്റ്ലി റൂൾഡ് ബൈ മീഡിയ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ടു പ്രസന്റ് കണ്ടന്റ്. അത് എത്രമാത്രം നമ്മുടെ കൾച്ചറിന് ഫിറ്റ് ആണെന്നുള്ളത് കുറച്ചൊരു could be argued. From my point of view, I feel like there should be more Indian content which should be suitable for our children. Because our societies and our cultures are different. So our point മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. There should be something that we should come out with something that they would genuinely like. So our point is an effort. I'm just trying to come out with products or solutions that would truly catch the attention of children. This is the idea behind this endeavor. And I also feel for you, social media, digital media, over exposure to other influences, ഇങ്ങനെ ഒരു സൊല്യൂഷൻ പാരൻസിന് കൊടുക്കുകയാണെങ്കിൽ, മീനിങ് സൊല്യൂഷൻ പാരൻസിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് ഓപ്ഷൻ? കിടക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഒരു ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് കൊടുത്ത് കുട്ടികളെ സെറ്റിലാക്കുന്ന രീതിയിൽ നിന്ന് മാറാൻ എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ ആ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആരോഗ്യം ചെയ്തിട്ടുള്ളത്. റൈറ്റ്? അങ്ങനെയല്ല. See, your brand is built or the cornerstone of your brand is meaningful stories for children. Right? And as your company grows and you have to think about market trends and scaling your production, how do you protect that initial pure intention? How are you actually molding the connection pure ആയിട്ട് കൊണ്ടുവരുമ്പോൾ അതോ ഈ ബ്രാൻഡ് വരുമ്പോൾ എങ്ങനെയായിരിക്കും commercial needs കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? How will you balance that? See, that would be completely ruled by the target audience. Beyond that point, I think the founder will not have any control over this. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. I'm not an expert. So maybe നമ്മളൊരു ബോണ്ട് ചെയ്യാനൊരു മീഡിയം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ കൃത്യമായിരിക്കും. It could be something else. It could be anything. അതാ പാരന്റ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം. അതാ ചൈൽഡിന്റെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. So as far as children are concerned, we can't be pushy. We have to really find out like what really fits for the children. It is not just an entertainment. It's the most powerful tool we have to shape the character of our children. I have to tell you, Emily character value പ്രചോദനമാണ്. We truly appreciate it. Please give them a big round of applause for what he has delivered. Thank you so much. കിസ്സകളുടെ കിതാബ്. ആ പേരിൽ തന്നെ ഒരു കഥയുണ്ട്. കിസ്സ എന്ന് പറഞ്ഞാൽ
കഥകളാണ്, കിസ്സകളുടെ കിതാബ്. Dr. Selina, multifaceted personality, she was introduced in the morning, but as I told you earlier, we have kept something for later, and this is it. We kept the best part for this special occasion. Now we move from the world of fiction and bedtime stories to the fascinating reality of daily vlogging and travelers. Dr. Selina, you have the incredible ability to find beauty in everyday life. What made you decide to share your daily journey with the world? Please occupy your seat. കിസ്സകളുടെ കഥകളുടെ പുസ്തകം പറയാം, പക്ഷേ വെറും കഥകളല്ല. ഡോക്ടർ സബിന, your book, കിസ്സകളുടെ ഒരു ട്രാവലോഗ് എന്നുള്ളതിനുപരി അതൊരു ഡീപ് കോൺവെർസേഷനാണ് ശരിക്കും. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കോർണിയയുടെ പാട്ടൊക്കെ വായിച്ചു. ഒരു നമ്മൾ ഡോക്ടർ സെബിനയുടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടും ഡോക്ടർ സെബിന കണ്ട് അറിഞ്ഞ് ആസ്വദിച്ച ആ മൊമെന്റ്സ് നമ്മളും അനുഭവിക്കുന്ന പോലൊരു ഫീലിംഗ് ആണ് അത് വായിക്കുമ്പോൾ കിട്ടുന്നത്. If your journeys, whether it's a spiritual quest to India or the physical challenge of Manipur and trekking, it feels like we are right there with you. The story that is in there, travel and reflection. അതാണോ എഴുത്തിനെയും ലൈഫിനെയും ഒന്ന് ഡെറ്റർമൈൻ ചെയ്തത്? Did the road teach your pen? Has it changed your vision of life? സത്യം പറഞ്ഞാൽ എങ്ങനെ എഴുതി തുടങ്ങിയെന്ന് ചോദിച്ചാൽ അറിയില്ല. സ്കൂളിലധികവും ഇംഗ്ലീഷിലായിരുന്നു ഇംഗ്ലീഷ്. പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത് അതിലൂടെയാണ് വരും. അപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ കുറച്ച് എഴുതി തുടങ്ങി, എക്സ്പീരിയൻസും കാര്യങ്ങളും എഴുതി തുടങ്ങിയപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് പോകുന്ന വിശേഷങ്ങളെക്കാളും ഞാൻ ഓരോ നിമിഷവും അനുഭവിക്കുന്ന അത് സന്തോഷമായിക്കോട്ടെ ഉത്കണ്ഠയായിക്കോട്ടെ അത് ആ ഫീലിങ്സാണ് എനിക്കത് പറയാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആയിഷ പറഞ്ഞ പോലെ അതുപോലെ പല ഫ്രണ്ട്സ് പറയാറുണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അങ്ങനെ എൻ്റെ വിഷനായിട്ട് അതിനെ പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല. This ended with happiness. Our moment of happiness, I wanted to share it all around me. Such a beautiful thought. Then the next question for you is, you live a life of incredible discipline. As far as I can see, running a physical fitness and physiotherapy center, juggling other roles in NES Medical College. Bringing this all together requires a lot of focus, a lot of determination and a lot of discipline. But ഈ രണ്ട് ലോകങ്ങളും, ക്രിയേറ്റിവിറ്റിയുടെ ലോകം, പിന്നെ ഈ ഫിറ്റ്നസിന്റെ ലോകം എല്ലാം കൂടെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? How you can work together? Do the stillness that you find while trekking or the happiness that you find in traveling, the peace that you find in a Sufi place like California, do they recharge your batteries or how do you do it? നമ്മുടെ സോളോ ട്രാവലിംഗ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ആഴ്ചയിൽ 3 ദിവസം ഞാൻ ഇവിടെ രാമപുരം അവിടെ നീന്താൻ പോകും. എൻ്റെ വീടിൻ്റെ പുറകിൽ ചെറിയൊരു മലയുണ്ട്, അവിടെ ഒന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1 hour മതി. അതുപോലെ ഒരു സൈക്കിളിലേക്ക് പോകും, അതൊക്കെ ഭയങ്കരമായിട്ട് റീചാർജ് ചെയ്യും. അതുപോലെ ചിലപ്പോൾ നമ്മളറിയിക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ വരാം. പിന്നെ എല്ലാത്തിൻ്റെയും ഒരു ബാറ്ററി എന്ന് പറയുന്നത് രാത്രിയുള്ള ഓട്ടമാണ്. 9-9 ആകുമ്പോൾ എൻ്റെ ബാറ്ററി ഔട്ടാവും. പക്ഷെ അപ്പോൾ ഏർലി മോർണിംഗ് എണീക്കാൻ പറ്റും. മക്കളൊക്കെ ചിലപ്പോൾ കളിയാക്കും. വീട്ടിൽ ആദ്യം ഉറങ്ങുന്നത് ഞാൻ എൻ്റെ മൈ പേരൻസ് ആയിട്ട് മൈ അങ്കിൾ ആൻഡ് ആന്റി ഈസ് ഹിയർ. അപ്പം ഞാൻ താമസിക്കുന്നത് എൻ്റെ വാച്ചിൻ്റെ റൂമാണെങ്കിൽ തൊട്ടടുത്താണ്. പക്ഷെ അവർക്കും അറിയാം 9-9 കഴിഞ്ഞാൽ പിന്നെ സൈഡിലെ ബാറ്ററീസ് കാണുന്നുള്ളത്. പക്ഷെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. എല്ലാ
കുറച്ച് പക്കത്തരമുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഇപ്പം ഇപ്പം കൂടെയുടെ ആരെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരും. പിന്നെ ഇപ്പം കൂടെ ആണെങ്കിലും തെറപ്പി ആണെങ്കിലും എനിക്ക് ബാക്കായിട്ട് നല്ലൊരു ടീമുണ്ട്. ഇറ്റ്സ് നോട്ട് ടീം ഫിറ്റ്നസ്. ഇപ്പൊ ഫിസിയോതെറാപ്പി ഫിറ്റ്നസ് ആണെങ്കിലും വളരെ സിൻസിയറായിട്ടുള്ള സ്റ്റാഫ് കൂടെയുണ്ട്. ഇപ്പൊ കൂടെ പറയുന്ന കൂട്ടായ്മ അതിലാണെങ്കിലും എന്തിനും വർക്ക് ചെയ്യാൻ പറ്റുന്ന സോണി കിട്ടും. സോ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയും വേണം, ചില സമയത്ത് കൂട്ടായിട്ട് നിൽക്കുകയും വേണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. And proper delegation. And taking a break when needed, right? See, as a doctor specializing in physical fitness and rehabilitation, you treat people whose bodies and minds need recharging or healing, right? So, do you see your extensive travel, your road trips, etc., as a form or a kind of predictive self-rehabilitation? And what is the single biggest lesson about physical or mental fitness that you have learned not in a clinic but on a mountain trip? Mountaineering ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ ഏറ്റവും നല്ല ലെസൺ. പിന്നെ അടുത്ത പ്രശ്നമുള്ളത്, what is your advice for the 40+ individuals here to lead a happy and worthy life? ട്രെക്കിങ്ങിൽ ഏറ്റവും കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് അത്രയും അടുക്കാണ്. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ട്രെക്ക് നമ്മൾ ഇവിടുന്ന് കാണുന്ന കുളിർമലയാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ കയറും. എൻ്റെ പേരൻസിനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കര പേടിയാണ്. ഇപ്പം വെളിയുമ്പോൾ ആ സമയത്ത് ഞാൻ കയറിയിരുന്നില്ല കേട്ടോ, കുറച്ച് സമയം കയറിയിരുന്നില്ല. പക്ഷേ കുളിർമലയിൽ ട്രെയിനില്ല, നമ്മൾ തന്നെ സാധാരണ ട്രെയിനില്ല. പക്ഷെ നമ്മളൊരു ധൈര്യമാണ്. അത് പൊട്ടധൈര്യമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ലൈഫ് വരുന്ന അൺസർട്ടനാണല്ലോ. നമ്മൾ എത്രയും പ്ലാൻ ചെയ്താലും കുറച്ച് അൺസർട്ടനിറ്റീസ് ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ, നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ദൈവത്തിന്റെ ആ ഒരു പിടുത്തമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ട്രെക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒറ്റയ്ക്കാകുമ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ സൗണ്ടും പ്രകൃതിയുടെ ആ ഫീൽ നമുക്ക് കിട്ടുന്നത്. അഫ്കോഴ്സ് എല്ലാവരും കൂടെ പോകുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും വാട്ട് ഈസ് നേച്ചർ എന്നുള്ളത് അറിയാം. പിന്നെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് പോകാനുള്ള ഒരു ധൈര്യം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ലൈഫിന് നമുക്ക് നമ്മുടെ ആ ഒരു ഡിറ്റർമിനേഷൻ ആണല്ലോ. ഇപ്പൊ വലിയ വലിയ എന്റർപ്രണേഴ്സോ എന്താണെങ്കിലും അവരുടെ ആ ഒരു ധൈര്യം കൊണ്ടാണല്ലോ ചിലർക്ക് 200-300 സ്റ്റാഫിനെ ഒക്കെ അവർക്ക് ഇതാക്കാൻ പറ്റുന്നത്. അവരുടെ എന്റർപ്രണേഴ്സ് വളരെ കുറവാണ്. പക്ഷെ അവരുടെ ആ ഒരു ധൈര്യത്തിലാണ് പലർക്കും അന്നം കിട്ടുന്നത്. അപ്പൊ ഇത്തരം ട്രെക്കിങ്സ് കുറച്ചുകൂടെയൊക്കെ ആ ഒരു അഡ്വഞ്ചേഴ്സ് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഫ്കോഴ്സ് എപ്പോഴും പ്രശ്നങ്ങൾ വരാം. ഇപ്പൊ നമ്മൾ നടന്നു പോയാലും ചില ആക്സിഡൻസ് വരാം. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അഡ്വൈസ് എന്ന് പറയാൻ മാത്രം അഡ്വൈസ് നമ്മളിപ്പോൾ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 40, 50, 60 മുമ്പത്തെക്കാളും നമ്മൾ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രോപ്പറായിട്ട് ബോഡി ആൻഡ് മൈൻഡ് നോക്കണം, പ്രോപ്പർ എക്സസൈസ് വേണം. ഇപ്പൊ തെറപ്പിയെ തന്നെ തെറപ്പിയിൽ ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നുണ്ട്. അവർക്ക് ഇപ്പൊ വീൽ ചെയറിലായിട്ടുള്ളവർ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാ വീൽ ചെയറിലായിട്ടുള്ളവരും നമുക്ക് നടത്താൻ പറ്റില്ല. സ്പൈനൽ കോർഡ് ഇഞ്ചുറി പേഷ്യൻസ് ആണെങ്കിൽ ഡെയിലി ഓൺ വീൽ ചെയർ. പക്ഷെ അവർക്ക് വീൽ ചെയർ ഇരുന്നുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിൻസ്, his whole thing was completely paralyzed and had only able to speak. പക്ഷെ എന്നിട്ടും he was leading a very active life. അപ്പൊ എന്താണോ നമുക്കുള്ള കഴിവ് ബാക്കി അത് വെച്ചിട്ട് നമ്മുടെ അവസാനത്തെ ശ്വാസം വരെ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അതിന് പിന്നീടുണ്ടാവുകയും അതിന് വേണ്ട ആ നമുക്ക് ഈ ജീവൻ തന്നെ നമുക്ക് ഇവിടെയുള്ള അവസാന ശ്വാസം വരെ നമ്മുടെ ഈ ശരീരവും ആത്മാവും ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും സൂക്ഷിക്കാൻ കഴിയും. What made you select that? സത്യം പറഞ്ഞാൽ ഞാനല്ല അത് സെലക്ട് ചെയ്തത്. എഡിറ്റർ നീരജ
നീരജ, ഷീസ് എ വെരി നൈസ് ലേഡി. അത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തതും വയനാടുള്ളൊരു ജീജോ എന്ന് പറയുന്ന നീയതം ബുക്സിൻ്റെ ഇത് പബ്ലിഷ് ചെയ്ത ജീജോയുടെ ഒരു ഫ്രണ്ട്. ഐ ഹാവൻ സീൻ ഹർ ഓൾസോ, ഫോണിൽ കൂടെ മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് വായിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എന്നാൽ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്, ഇത് ഇട്ടോട്ടെ. അപ്പോൾ എനിക്ക് തോന്നിയാൽ കൊള്ളാലോ, അങ്ങനെയാണ് പേര് വന്നത്. കാരണം ജസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് അത്തരം ഒരു ലാംഗ്വേജാണ് ഈ ബുക്കിനുള്ളത്. ആൻഡ് പിന്നെ ഇപ്പോൾ ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞു, സെക്കൻഡ് എഡിഷനാണ് ഇപ്പം തെറപ്പിയുടെ സ്റ്റാളിൽ ഇരിക്കുന്നത്. Receive these books, these beautiful contributions. I invite Sister Jismi Thomas, Principal, Presentation Higher Secondary, and Sister Princey, Headmistress, Presentation High School. Arun, please. Please give a big round of applause to Perspectives of Life are being contributed to our school library for generations to pursue and peruse, adapt and adopt into their lives. So I think the applause was not enough. What did we decide in the morning?